بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى ونفعنا بعلومه باب قول النبي صلى الله عليه وسلم أنا أعلمكم بالله وأن المعرفة فعل القلب لقول الله تعالى ولكن يؤاخذكم بما كسبت قلوبكم. വളരെ അധികം ചർച്ചകളുള്ള ഒരു പ്രധാനപ്പെട്ട ബാബാണിത്. മുൻകഴിഞ്ഞ ബാബുൻ മിനദ്ദീനി അൽ ഫിറാറു മിനൽ ഫിതൻ, ഫിതനിൽ നിന്ന് ഓടൽ ദീനിൻ്റെ ഭാഗമാണ്. അത് നാം വിശദീകരിച്ചു. അങ്ങനെ ഫിത്നകളിൽ നിന്ന് ഓടി അകലൽ അത് ഈമാനിൻ്റെ ഭാഗമാണ്. ആ ഓടലുണ്ടാവൽ ഒരാൾ ദീനിയായോ ദുന്യവിയായോ ഫിത്നകൾ അവൻ്റെ വക്കൽ നിന്ന് വന്നു പോവാതിരിക്കാൻ വേണ്ടി അവൻ സൂക്ഷ്മത പുലർത്തൽ അവൻ്റെ ഈമാനിൻ്റെ ഗതി അനുസരിച്ചായിരിക്കും. വലിയ ഈമാനുള്ളവർ തീരെ ഫിത്നയിൽപ്പെട്ടു പോകൂല. എത്രത്തോളം ഈമാൻ ശക്തിയുണ്ടോ അതിനനുസരിച്ച് അവർ സംശുദ്ധരായിരിക്കും, എല്ലാവിധ പാകപ്പിഴവുകളിൽ നിന്നും രക്ഷപ്പെട്ടവരായിരിക്കും. അങ്ങനെയുള്ള യാതൊരു ഫിത്നയും വരാത്തവർ അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അവരാണ് ഏറ്റവും വലിയ കാമിലായ ഈമാനുള്ളവർ എന്നതാണ് ഈ ബാബിൽ കൂടെ വിശദീകരിക്കുന്നത്. അത് രണ്ട് ബാബും തമ്മിലുള്ള ബന്ധം ഇമാമിങ്ങളെല്ലാം അത് സ്വീകരിച്ചിട്ടുണ്ട്. ബാബു ഖൗലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗലിനെ വിശദീകരിക്കുന്ന ബാബാണ്. എന്താണ് കൗല്? അന അഅലമുക്കും ബില്ലാഹ്, അന അഅലമുക്കും ബില്ലാഹ് എന്ന കൗലിനെ, ഞാനാ അഅലമുക്കും നിങ്ങളിൽ വച്ച് ഏറ്റവും അറിവുള്ളവനാണ് ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്. ആ പ്രയോഗത്തിൽ തന്നെ സാഹിത്യപരമായ മോശം ഇല്ലേ എന്ന് ഇഷ്കാരാക്കി മറുപടി പറയുന്നവരുണ്ട്. അഅലമുക്കും എന്ന് പറയുമ്പം നിങ്ങൾ എന്ന് പറയും നബി പെടൂലല്ലോ. അപ്പൊ നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയവൻ ഞാൻ എന്ന് പറയുമ്പം നബി അടക്കമുള്ളവരാണെന്ന് വെക്കണം. ഇങ്ങനത്തെ പ്രയോഗം പാടില്ലല്ലോ. അഫ്ലത്ത് ഫുലീലിന്റെ മുലാഫിലയില് മുഫല്ലല് പെടണമെന്ന നിയമമുള്ളത്. ചക്കകളിൽ വെച്ച് ഏറ്റവും വലിയത് മാങ്ങയാണെന്ന് പറയാൻ പറ്റൂലല്ലോ. അതിനാണ് മഹാന്മാർ ധാരാളം മറുപടി ശാരീരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ മറുപടി നിങ്ങൾ എന്ന് പറയുന്നത് ഞാനടക്കമുള്ള നമ്മുടെ ഈ സദസ്യർ എന്നർത്ഥത്തിനോ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരിൽ നിന്നും എന്നുള്ള അർത്ഥത്തിനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങളിൽ വെച്ച്, മനുഷ്യരിൽ വെച്ച്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റുള്ള എല്ലാ വസ്തുക്കളിൽ വെച്ചും ഏറ്റവും അള്ളാഹുവിനെ പറ്റിയുള്ള അറിവുള്ളവൻ ഞാനാണ്. അന്നൽ മഅരിഫത, അന്നാന്ന് വായിക്കണം. ബാബു അന്നൽ മഅരിഫത ഫിഅലുൽ ഖൽബി, ഖൗലു മുകത്തഫാണത്. മഅരിഫത്ത് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പ്രവൃത്തിയാണത്. മഅരിഫത്ത് ഖൽബിൻ്റെ പ്രവൃത്തിയാണ്, ഖൽബിൻ്റെ പണിയാണ് എന്നും ബയാൻ ചെയ്യുന്ന ബാബാകുന്നു. ഈ അത്ബ് കൊണ്ട് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞത് ഇൽമാൻ, അഅലമുക്കും. പിന്നെ വഅന്നൽ ഇൽമ എന്ന് പറയാതെ വഅന്നൽ മഅരിഫത എന്ന് പ്രയോഗിച്ചത്. ഇൽമും മഅരിഫത്തും രണ്ടും ഒന്നാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമ് അഅലമുക്കും ബില്ലാഹ് കൈ കൊടുത്തിട്ടുണ്ട്.
ഇൽമും അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമ്, അള്ളാഹുവിനെ പറ്റിയുള്ള മഅരിഫത്ത്, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇൽമ് കുല്ലീനോടെ ബന്ധിക്കുള്ളൂ, മഅരിഫത്ത് ജുസീനോടെ ബന്ധിക്കുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. അവർക്ക് മറുപടി പറയാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമ് എന്ന് പറയുന്നതും അള്ളാഹുവിനെ പറ്റിയുള്ള മഅരിഫത്ത് എന്ന് പറയുന്നതും അത് രണ്ടും ഒന്ന് തന്നെയാണ്. ലഫ്ദിയായ വ്യത്യാസമുണ്ട്, ശരി തന്നെയാണ്. മഅരിഫത്ത് എന്നുള്ളതിന് അറഫക്ക് ഒരു മഫൂലേ ഉണ്ടാവുള്ളൂ. അലിമക്ക് യഖീൻ നബിയിലാകുമ്പം അതിനൊക്കെ രണ്ട് മഫൂലുണ്ടാകും. ലഫ്ദിയായ ചർച്ച വിഷയമാണ്. ആശയപരമായി ഇൽമും മഅരിഫത്തും രണ്ടും കുല്ലീനെയും ബാധിക്കും, ജുസീനെയും ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖീഖിയായ ജുസിയാണ്, അലമാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടിനോടും ബന്ധിക്കും. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മുത്തകല്ലിമീങ്ങൾ അതുപോലെ മറ്റുള്ള പലരും അത് രണ്ടും വ്യത്യാസമാക്കിയത് അത് അവരുടെ ഇസ്തിലാഹാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ശറഈന്റെ കാഴ്ചപ്പാട് പ്രകാരം അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമ് എന്ന് പറയുന്നതും അള്ളാഹുവിനെ പറ്റിയുള്ള മഅരിഫത്ത് എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്, മുത്തറാദിഫാണ് എന്ന് വരുത്താൻ വേണ്ടിയാണ് മഹാനവർകൾ ഇൽമ് എന്ന് പറയാതെ മഅരിഫത്ത് എന്ന് പ്രയോഗിച്ചത്. അപ്പോൾ മഅരിഫത്ത് ഖൽബിന്റെ പ്രവൃത്തിയാണ്. എന്താ തെളിവ്? ലിഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനത്തിന് വേണ്ടി. എന്താണ് വചനം? വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും. അല്ലാഹു തആല പറഞ്ഞ വാക്കാണത്. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുആഖദത്ത് ചെയ്യൽ, ചോദ്യം ചെയ്യൽ, ശിക്ഷിക്കൽ നിങ്ങളുടെ കൽബുകൾ പ്രവർത്തിച്ചതായ ഒന്നുകൊണ്ടാണ്. കസബ എന്ന് പറഞ്ഞാലും ഫഅല എന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെയാണ്. ആ കസബക്ക് ഫഅലിൻ്റെ അർത്ഥമാണ്, പ്രവർത്തിച്ചതിൻ്റെ അർത്ഥത്തിലാണത്. അപ്പം നിങ്ങളുടെ കൽബുകളുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ശിക്ഷയുള്ളൂ. അതിലേക്ക് ശിക്ഷയുണ്ടാകുമ്പോൾ കൽബിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് കൂലിയുള്ളതും എന്നും വരും. ഇതാണ് ബാബ്. ഇവിടെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മഹാന്മാരായ ശാരീരങ്ങൾ എല്ലാവരും അതിലേക്ക് തയ്യാറുള്ളതായിട്ടുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ട 3 കാര്യമാണ്. ഇത് ഈമാനിൻ്റെ ബാബാണ്. കിതാബുൽ ഈമാനാണ് നാം ഓതുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് കിതാബുൽ ഇൽമ് വരാൻ പോകുന്നത്. ഈ കിതാബുൽ ഈമാനിൽ ഇങ്ങനൊരു ബാബ് എങ്ങനെ കടന്നുകൂടി? ബാബ് ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന അഅലമുകും ബില്ലാഹ്. നിങ്ങളിൽ വെച്ച് അള്ളാഹുമായി, അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിനെ കൂടുതൽ അറിയുന്നവൻ ഞാനാണ്, ഞാൻ മാത്രമാണ് എന്ന് ഈ ഇൽമ് എന്തിന് ഈമാൻ്റെ മബ്ഹസിൽ പറഞ്ഞു? ഒരു ചർച്ചയാണത്. അതിന് മഹാന്മാരെല്ലാവരും പറഞ്ഞ മറുപടികളുണ്ട്. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മഅരിഫത്ത്, അള്ളാഹുവിനെ പറ്റിയുള്ള ഈമാൻ, അത് രണ്ടും ഒന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മഅരിഫത്ത്, അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമ്, അത് ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. കാരണം അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ മനസ്സിലാക്കുക, വിശ്വസിക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈമാൻ എന്ന് പറയുന്ന വിഷയം അത് തന്നെയാണ് ഈ ഇൽമ്. ഇൽമും ഈമാനും ഒന്ന് തന്നെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ സംബന്ധിച്ച് വിശ്വസിക്കുക, തസ്ദീഖാക്കുക, അതാണ് മഹാനായ ലാമിയയിൽ പറയുന്നത്. അന്നൽ ഇൽമ നൗആനി, ഇൽമ 2 ഐറ്റമുണ്ട്. ഒന്ന് കസ്ബിയുൻ വഹുവ ഹാസിലുൻ ബിൽ ഇഖ്തിയാർ. ഒന്ന് കസ്ബിയായ അധ്വാനിച്ചുണ്ടാക്കുന്ന അറിവുണ്ട്, അത് സ്വന്തം ഇഖ്തിയാർ പ്രകാരം ഉണ്ടാകുന്നതാണ്. മറ്റൊന്ന് വൈറു കസ്ബി, അത് മനുഷ്യൻ അറിയാതെ അവൻ്റെ ചുറ്റുപാടിൽ കൂടെ അവൻ ജീവിക്കുമ്പോൾ അവനിക്ക് വന്നു ഭവിക്കുന്ന അറിവുകൾ. എന്നാൽ ഈമാനിൽ പരിഗണിക്കപ്പോൾ മുഅ്തബറു ഫിൽ ഈമാനി മിനത്ത് തസ്ദീഖി മാ കാന ഇഖ്തിയാറൻ മിൻഹു ലാ മാ വഖഅ ഫിൽ ഖൽബി ദറൂറതൻ.
അറിയാതെ മനസ്സിൽ വന്ന് പോകുന്ന ഇൽമല്ല ഈമാനിൽ പരിഗണിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓരോന്ന് എണ്ണി വ്യക്തമായ നിലക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഗ്രഹിക്കണം. അതിനാണ് തസ്ദീഖ് ഈമാൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കസ്ബി അല്ലാത്ത ഉലൂം അത് പരിഗണിക്കപ്പെടുന്നതല്ല. അതിനെപ്പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതനസാനെ പറ്റി പറഞ്ഞല്ലോ, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള മഅരിഫത്തുണ്ട്. അവരുടെ മക്കളെ അറിയുന്ന മാതിരിയുള്ള മഅരിഫത്തുണ്ട്. ആ മഅരിഫത്ത് അത് ഇഖ്തിയാരിയല്ല, അത് അവർ മനസ്സിൻ്റെ ഉള്ളിൽ അവർ അംഗീകരിച്ചിട്ടില്ല, തസ്ദീഖ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഈമാനിൽ പരിഗണിക്കപ്പെടുന്നതുമല്ല. കസ്ബിയായ ഇന്നാലിന്ന സംഗതി ഉണ്ട് എന്നാണ് സമ്മതിച്ചു കൊടുക്കുക, അതാണ് കസ്ബി. അതാണ് മംദൂഹായതും അതാണ് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന അഅലമുക്കും ബില്ലാഹ്. അപ്പം നിങ്ങളിൽ വെച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ ഞാനാണ്, അതായത് ഈമാനുള്ളവൻ ഞാനാണ്. ഈ ഹദീസിന്റെ പശ്ചാത്തലം തന്നെ ഇതിൽ വരാൻ പോകുന്ന ഹദീസുണ്ട്. അന അഅലമുക്കും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാനുള്ള പശ്ചാത്തലം രണ്ട് നിരക്കുള്ള പശ്ചാത്തലമുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമലുകൾ ചില ആളുകൾ കുറച്ച് കണ്ടു. നബി തങ്ങൾക്ക് അത്രയ്ക്ക് മതിയല്ലോ. നബിൻ്റെ ഭാര്യമാരടുക്കൽ 3 സഹാബികൾ വന്നു. വിശാലമായ ഹദീസാണ്. അവർ നബി തങ്ങളോട് ചോദിച്ച ഭാര്യമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെപ്പറ്റി, രാത്രിയുള്ള ഇബാദത്തുകളെ സംബന്ധിച്ച്, നബി തങ്ങളെ പൊതുവെയുള്ള ഇബാദത്തിനെ സംബന്ധിച്ച് ചോദിച്ചു. അത് ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്താ? ഒരാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രയ്ക്ക് മതിയല്ലോ. കാരണം നബി തങ്ങൾ അല്ലാഹു തആല മുന്തിയതും പിന്തിയതുമായ എല്ലാ ദോഷങ്ങളും ഗഫർ ചെയ്ത് സത്ർ ചെയ്തവരാണല്ലോ, നമ്മക്കതുപോലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നബിൻ്റെ മാതിരിയല്ല. എന്നിട്ട് ഒരാൾ പറഞ്ഞു, അമ്മ അന ഫൗസല്ലിൽ ലൈല അബദാ. ഒരാൾ പറഞ്ഞു, ഞാൻ രാത്രിയിൽ മുഴുവനും നിസ്കരിക്കും, ഉറക്കൊഴിച്ച് നിസ്കരിക്കുക തന്നെ ചെയ്യും, രാത്രി ഞാൻ ഉറങ്ങൂല. നബി തങ്ങൾ ഉറങ്ങണത് നോക്കണ്ട. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ എന്നെന്നും നോമ്പ് അനുഷ്ഠിക്കും, ഞാൻ ഈ നോമ്പ് ഒഴിവാക്കുന്ന ദിവസം ഉണ്ടാവില്ല, ഹറാമാക്കിയ 5 ദിവസം മാത്രമേ നോമ്പ് ഒഴിവാക്കുള്ളൂ, ബാക്കിയുള്ള എല്ലാ ദിവസവും നോമ്പ് വെൽക്കും. ഒരാൾ പറഞ്ഞു, ഞാനിനി കല്യാണം കഴിക്കുന്നില്ല, ഭാര്യമാരുമായി ബന്ധപ്പെടുന്നില്ല, മറ്റുള്ള ചെലവുകളിലേക്ക് മനുഷ്യന്മാർ സൃഷ്ടികളുമായുള്ള ഒരു ബന്ധത്തിനും ഞാനില്ല, ഞാൻ പൂർണ്ണ സമയം എല്ലാ നിൽക്കുള്ള ഇബാദത്തിന് വേണ്ടി ഒരുങ്ങാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, അമ്മാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, ലാകിന്നി അസൂമു വഉഫ്തിറു വഉസല്ലി വഅർഖദു വഅതസവ്വജു നിസാഅ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്ത് കുറച്ചുള്ളൂ എന്ന് കണക്കാക്കിയൊരു വിഭാഗം, ആ വിഭാഗത്തിലേക്ക് മറുപടിയായിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ മാതിരിയാകാൻ ഒരു കാലത്തും കഴിയൂല. കാരണം അന അഅലമുക്കും ബില്ലാഹ്, ഞാൻ നിങ്ങളിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഈമാൻ ഓരോരോ സമയത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. എൻ്റെ മനസ്സ്, അതാ ഇമാം ബുഖാരി അടുത്ത വെട്ടി കൊടുക്കണം, അന്നൽ മഅരിഫത ഫീൽ ഖൽബ്, മഅരിഫത്ത് ഖൽബിൻ്റെ പ്രവൃത്തിയാണ്. ഖൽബിൻ്റെ പ്രവൃത്തിയാകുമ്പോൾ ഇൽമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമയത്തും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള മാനസികമായ അടുപ്പത്തിലാണ്, ചിന്തയിലാണ്. ഒരു സാഅത്ത് ചിന്തിക്കൽ 70 വർഷം ഇബാദത്ത് എടുക്കുന്നതിനേക്കാളും ഖൈറാണ്.
വേറെ നിൽക്കുള്ള പല ഹദീസുകളും വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ. അങ്ങനെയുള്ള ഞാൻ എൻ്റെ തഫക്കുറാകുന്ന ഉലൂമിനെ വർദ്ധിപ്പിക്കലാകുന്ന തഫക്കുറാകുന്ന ഇബാദത്ത് അത് എനിക്ക് എപ്പോഴും ഉള്ള ഒന്നാണ്. അതിൻ്റെ അടുത്ത് പോലും നിങ്ങൾക്കാർക്കും എത്താൻ പറ്റൂല. അതാണ് ഇമാം ബുഖാരി വഅന്നൽ മഅരിഫത ഫീലുൽ ഖൽബി എന്നാണ് പ്രത്യേകം കൊടുത്തത്. മഅരിഫത്ത് ഇൽമ് എന്ന് പറയുന്നത് തന്നാലെ വരുന്നതല്ല. അത് കൽബിൻ്റെ ഫീൽ അതിനക്ക് ആവശ്യമുണ്ട്, കൽബിൻ്റെ തഫക്കുർ അതിനക്ക് ആവശ്യമുണ്ട്. അത് കൽബിൻ്റെ ഫീലാണ് എന്ന് എനിക്ക് തെളിവ് لقول النبي لقول الله تعالى ولكن يؤاخذكم بما كسبت قلوبكم. അപ്പം അന അഅലമുക്കും എന്ന് പറഞ്ഞത് ഈ ബാബുമായി ബന്ധപ്പെടാനുള്ള കിതാബുൽ ഇൽമിൽ ഈ ബാബ് ഇടാനുള്ള കാരണം ഇവിടുത്തെ ഇൽമ് ഈമാനെ സംബന്ധിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യം, മാ മുനാസബത്തു ഖൗലിഹി വഅന്നൽ മഅരിഫത ഫീലുൽ ഖൽബി ബിമാ ഖബ്ലഹു. അന്നൽ മഅരിഫത ഫീലുൽ ഖൽബി എന്ന് പറഞ്ഞതും തൊട്ട് മുമ്പുള്ളതുമുള്ള ബന്ധം എന്താണ്? ബന്ധം നമ്മൾ പറഞ്ഞു പോയി. ചോദ്യം വായിക്കുകയാണ്. ولا تعلق للحديث به أصلا ولا دلالة له عليه لا عقلا ولا وضعا. أنا أعلمكم بالله എന്ന് പറയുന്ന ഹദീസിനിക്ക് മഅരിഫത്തുൽ ഖൽബ് ഫിഇലാണ് എന്നതുമായി എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവുമില്ലല്ലോ. അതിൻ്റെ മറുപടി നമ്മൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നബി തങ്ങളെക്കാൾ അമൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കഴിയൂല, നിങ്ങൾക്ക് എൻ്റെ മാതി ആവാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം കൽബിൻ്റെ അമല് അതാണ് ഈമാൻ, അതാണ് ഇൽമിൻ്റെ മാനദണ്ഡം. അത് ഏറ്റവും കൂടുതലുള്ളവൻ ഞാനാണ്. എൻ്റെ ഒരു സമയവും വേസ്റ്റ് ആവൂല. ഉറക്ക് പോലും കൽബുറങ്ങാത്ത പ്രവാചകരല്ലേ അമ്പിയാക്കൾ. ഒരിക്കൽ പോലും ഉറക്കിൽ പോലും കൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅരിഫത്ത് തഫക്കുർ നടക്കുന്നവരല്ലേ അമ്പിയാക്കൾ. അവർക്കെങ്ങനെ അവരെ മാതിരി എങ്ങനെ അവരുടെ അമലെങ്ങനെ ചെയ്യുന്ന അമലുകൾ തന്നെ കുറവാണെന്ന് എങ്ങനെ പറയാ? അമ്പിയാക്കളുടെ അമലുകൾക്ക് വെയിറ്റ് കൂടുതലുണ്ടാകും. അതോടുകൂടെ തന്നെ അവരുടെ ഓരോ സമയവും, പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിലമാണ്. എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഫക്കുറിലാണ്, ഈമാനിൻ്റെ തജദ്ദുദിലാണ്. ഈമാൻ വർദ്ധിക്കും എന്നുള്ളതിനുള്ള തെളിവും കൂടിയാണ്. അത് ഇമാമികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നൽ മാരിഫത്ത് എന്തിന് പറഞ്ഞു എന്നുള്ളത് വ്യക്തമായി. പിന്നെ മൂന്നാമത്തെ ഒരു ചോദ്യമാണ് വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും എന്ന ഈ ആയത്ത്, ബാബിൽ പറഞ്ഞ ഈ ആയത്ത് ഇമാം ബുഖാരിയെ പറഞ്ഞത് ലിഖൗലില്ലാഹി തആല വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും. ഈ വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും എന്ന് പറയുന്ന ആയത്തിൽ എവിടെയാണ് മഅരിഫത്ത് ഫീലുൽ ഖൽബ് കിട്ടുക? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പല ആളുകളും അതിന് പലതും പറഞ്ഞു നോക്കുന്നുണ്ട്, എവിടെ എത്തണില്ല. പല കാര്യങ്ങളുമായി കൂടി നോക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്ത് എങ്ങനെ അറിയിക്കും? കാരണം മാത്രവുമല്ല, ഈ ആയത്ത് വാരിദാതി എവിടെയാണ്? ഈമാന്റെ വിഷയത്തിലല്ലല്ലോ, യമീന്റെ വിഷയത്തിലല്ലേ. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും എന്ന് പറയുന്നത്. ഈ സത്യത്തിൽ പിഴക്കലിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് പറയുന്നത്. സത്യത്തെ പറ്റി ഐമാനാണ് അവിടുത്തെ വിഷയം, ഈമാനല്ല. പിന്നെ ഐമാൻ എന്ന് പറഞ്ഞ വിഷയം ഈമാനുമായി എങ്ങനെയാണ് യോജിപ്പിക്കുക എന്നതാണ് ചോദ്യം. അതിൻ്റെ മറുപടിയാണ് ഐനി പറയുന്നു ഫഹുവ അന്നഹു വമ്മാ വജ്ഹു സാലിഹി ഫഹുവ അന്നഹു അറാദ അൻ യസ്തദില്ല ബില്ലായത്തി അലാ അന്നൽ ഈമാന ബിൽ ഖൗലി വഅദഹു ലാ യതിമ്മു വലാ ബുദ്ദ മിൻ ഇൻളിമാമിൽ അഖീദത്തി ഇലൈഹി വലാ ശക്ക അന്നൽ ഇഅ്തിഖാദ ഫീലുൽ ഖൽബി ഫഹുവ മുനാസിബുൻ ലിഖൗലി വഅന്നൽ മഅരിഫത ഫീലുൽ ഖൽബി ولا يضر استدلاله كون مورد الآية في الأيمان بالفتح لأن مدار العلم فيها أيضا على عمل القلب. എന്താണ് പറയുന്നത്? കൽബിനിക്ക് പ്രവൃത്തിയുണ്ട്. കൽബാണ് എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം. അത് തുടക്കം തന്നെ തുടങ്ങിയതല്ലേ.
ഇന്നമല്ലാമല്ലോ തുടങ്ങിയത് തന്നെ. അപ്പൊ കൽബാണ് എല്ലാ വിഷയത്തിൻ്റെയും അടിസ്ഥാനമായി വരുന്നത്. ആ കൽബിനിക്ക് പ്രവൃത്തിയുണ്ട്, കൽബിനിക്ക് സ്വകലുണ്ട്. അതിനിക്ക് തെളിവായിട്ടാണ് ഐമാനിലായാലും ഈമാനിലായാലും കൽബുകൾ പ്രവർത്തിക്കും. കസബത്ത് കുലൂബുക്കും, അതാ കൽബുകൾക്ക് പ്രവൃത്തിയുണ്ട് എന്ന് തെളിയിക്കുകയാണ് അവിടെ ആയത്തുകൊണ്ടുള്ള ലക്ഷ്യമുള്ളത്. കൽബുകൾക്ക് പ്രവൃത്തിയുണ്ട്. കൽബ് പലതും കണ്ടതും കേട്ടതും അറിഞ്ഞതും രുചിച്ചതും കൊണ്ട് അറിയുന്നതും അക്കല് കൊണ്ട് അറിയുന്നതും ഉൾക്കൊള്ളുന്നതും മാത്രമല്ല, കൽബിനിക്ക് അതിനെ അംഗീകരിക്കാനും അതിനെ തള്ളാനും അതിനെ നല്ലതാക്കാനും ബടക്കാക്കാനും നല്ലതിനെ തിരഞ്ഞെടുക്കാതിരിക്കാനും കൽബിൻ്റെ പ്രവർത്തനം വളരെ മുഖ്യമാണ്. എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗവും അത് ചലിക്കണമെങ്കിൽ ഇഖ്തിയാറോട് കൂടെ ചലിക്കണം, അപ്പോഴേ അതിനിക്ക് നിലവാരമുള്ളൂ. ഈ ഒരു വിഷയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കൽബിനിക്ക് പ്രവൃത്തിയുണ്ട് എന്ന് തെളിയിക്കാൻ ലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുക്കും എന്നാണ് അവിടെ ഓതുന്നത്. അതോടുകൂടെ തന്നെ ഇസ്ലാമിൻ്റെ പുത്തനാശയക്കാരായ കറാമിയത്ത് എന്ന് പറയുന്ന വിഭാഗം അവർ പറയുന്ന ഈമാനിനിക്ക് കൽബിൻ്റെ ആവശ്യമില്ല, നാവ് കൊണ്ടുള്ള പറച്ചില് മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് വാക്ക് ഉച്ചരിക്കലോട് കൂടെ തന്നെ അവൻ മുഅ്മിനായി എന്ന് പറയുന്ന പുത്തനാശയക്കാർക്ക് മറുപടിയും കൂടി ആയിട്ടാണ് പോരാ. കൽബിൻ്റെ പ്രവൃത്തി അവിടെയും ഈമാനിക്കും പ്രധാന ഒന്നിരിക്കൽ ഈമാൻ എന്ന് പറയുന്നത് കൽബിൻ്റെ പ്രവൃത്തി മാത്രമാണ്, അല്ലെങ്കിൽ ഈമാൻ മുഖ്യ ഘടകമാണ്, കൗലും ഫീലും കൂടും വേണം. ഈ ഒരു വിഷയത്തിന് വേണ്ടിയാണ് വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുക്കും എന്ന് പറയുന്നത്. അപ്പോഴാ ചോദ്യം വരും, കൽബുകളുടെ പക്കൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ അതിനിക്ക് അത് പ്രവർത്തിച്ചാലും പ്രവർത്തികമാക്കിയിട്ടില്ലെങ്കിലും അതിനിക്ക് മുആഖദത്തുണ്ട്, അതിനിക്ക് സവാബുണ്ട്, നല്ല നന്മയ്ക്ക്. അത് റസൂലുള്ളാഹിന്റെ ഹദീസുമായി എതിരല്ലേ? ഇന്നല്ലാഹ തജാവസ ലി ഉമ്മത്തി മാ ഹദ്ദസത് ബിഹി അൻഫുസുഹാ മാ ലം യതകല്ലമു ഔ യഅമലു ബിഹി. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. എൻ്റെ ഉമ്മത്തിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ നഫ്സിൻ്റെ ശരീരങ്ങൾ സംസാരിക്കുന്ന ഒന്നിനിക്ക്. അതുകൊണ്ട് പ്രവർത്തികമാക്കാത്ത കാലത്തോളം, അല്ലെങ്കിൽ അതുകൊണ്ട് സംസാരിക്കാത്ത കാലത്തോളം എന്ന് ഹദീസിൽ വാരിതായിട്ടില്ലേ? അപ്പം സംസാരിക്കുകയോ അമൽ ചെയ്യുകയോ ചെയ്തെങ്കിലല്ലേ അതിനൊക്കെ ശിക്ഷയുള്ളൂ. ഇവിടെ കൽബുകൾ എന്തെങ്കിലും ചിന്തിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ശിക്ഷയുണ്ട് എന്നെങ്ങനെ പറയുക? അല്ലെങ്കിൽ അതിന് കൂലുണ്ട് എങ്ങനെ പറയുക? എനിക്കാണ് ഈ ഹദീസ് അതിനെതിരല്ലേ? അതിനാണ് മഹാന്മാർ പറഞ്ഞത് ഇജ്മാ ഉള്ള കാര്യമാണ്. കൽബിലേക്കുള്ള ഹദീസുൻ നഫ്സുകളെ പറ്റിയാണ് പറയുന്നത്. നേരെ മറിച്ച് കൽബ് തീരുമാനമെടുത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനിക്ക് മുആഖദത്തുണ്ട്, അതിനിക്ക് സവാബുണ്ട്. ഇജ്മാ ഉള്ള കാര്യമാണത്. ഇമാമിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണത്. മഹാന്മാരെല്ലാം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നബി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. അപ്പൊ ചുരുക്കത്തിൽ ഈ ബാബിൽ മഹാനായ ഇമാം ബുഖാരി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ബാബ് കൊണ്ട് ബോധ്യപ്പെടുത്തുന്നത്, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമലുകൾ ഒരിക്കലും ഉമ്മത്തിൻ്റെ അമലുകളെ നിൽക്കുമ്പോൾ ഒരിക്കലും കുറവല്ല. ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്നവർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളുടെ ശാരീരികമായ അമലുകൾ, വാക്കുകൊണ്ട് ചെയ്യുന്ന അമലുകൾ അത് മറ്റുള്ളവരെക്കാളും വലുത് തന്നെ. അവരോട് കൂടെ തന്നെ നബി തങ്ങൾ മുഴുവൻ സമയം കൽബ് മശ്ഊലായവരാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിയായ അമല് ഒരു കാരണവശാലും ഒഴിവാകുന്ന ഘട്ടമില്ല. മറ്റു മനുഷ്യന്മാരുടെ മാതിരിയല്ല. മനുഷ്യന്മാർ എത്ര 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 ഉയർന്നാലും അവർ ഉറങ്ങുമ്പോൾ അവർക്ക് അമലില്ല, അവർക്ക് രോഗമാകുമ്പോൾ അവർക്ക് അമലില്ല, പല ഘട്ടങ്ങളിലും അവർ അള്ളാഹുവിനെ മറന്നു പോകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനല്ല. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഅരിഫത്ത് ഖൽബിൽ തളം കെട്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നബി തങ്ങൾക്ക് ഒരു കാരണവശാലും ഈമാൻ എപ്പോഴും കൂടി 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 വരുന്നവരാണ്. മഹാന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ ഓരോരോ സമയത്തും ഉയർന്ന 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 മർത്തബകൾ താണ്ടുന്നവരാണ്. ചില ഹദീസുകളിൽ കാണാം, ഞാൻ ഓരോരോ സമയത്തും അള്ളാഹുവിനോട് ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യും. എന്തിനാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൊട്ട് അപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ മുമ്പുള്ള അവസ്ഥയേക്കാൾ ഉയർന്നതാകുമ്പോൾ ഈ അവസ്ഥയിൽ മുമ്പ് എന്തുകൊണ്ട് എത്തില്ല, പോരായ്മ കൊണ്ടാണോ എന്നുള്ള ധാരണന്റെ പേരിൽ, എന്നുള്ള ഒരു ചിന്തന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്യും. ഒന്ന്. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ചെയ്യുന്ന ഈ ഒരു അനുഗ്രഹം എപ്പോഴും ഈമാൻ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ചുള്ള മഅരിഫത്ത് അങ്ങ് ചിന്തിച്ച് വർദ്ധിപ്പിച്ച് വരാനുള്ള ആ ഒരു കഴിവ് അത് നൽകിയതിൻ്റെ പേരിൽ, ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു നൽകിയതിൻ്റെ പേരിൽ ശുക്ർ കുറഞ്ഞു പോകുമോ എന്നുള്ളതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യും. ഇവിടെ ചർച്ചകൾ വരുന്നുണ്ട്. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല ونفعنا بعلومه وبصحيحه آمين. حدثنا محمد بن سلام قال أخبرنا عبدة عن هشام عن أبيه عن عائشة رضي الله عنها وعنهم أنها قالت كان رسول الله صلى الله عليه وسلم إذا أمرهم من الأعمال بما يطيقون قالوا إنا لسنا كهيئتك يا رسول الله إن الله قد غفر لك ما تقدم من ذنبك وما تأخر فيغضب حتى يعرف الغضب في وجهه ثم يقول إن أتقاكم وأعلمكم بالله أنا. ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ ഉസ്താദായി വരുന്നത് മുഹമ്മദ് ബിൻ സലാം എന്ന് പറയുന്ന മഹാനാണ്. അവരുടെ വിളിക്കുന്ന പേര് കുഞ്ഞത്തലം അബൂ അബ്ദില്ല, സലാം, സുലമി, ബനൂ സലിമ കബീലക്കാരനാണ്. ബുഖാരി നാട്ടുകാരനാണ്. ബുഖാരി ഇമാമിൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. അവരുടെ പന്തൽ ബുഖാരി എന്നും പറയും, അൽ ബീക്കന്തി എന്ന് പറയും. ബീക്കന്ത് എന്ന് പറയുന്നത് ബുഖാറ എന്ന് പറയുന്ന വിശാലമായ നാടിൻ്റെ ഒരു ഭാഗത്തുള്ള കറിയാണ്. അവർക്ക് ധാരാളം ഉസ്താദന്മാരുണ്ട്. സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവിടെ ഉള്ളത് അബ്ദത്ത് എന്ന് പറയുന്ന മഹാനാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് ഇങ്ങനെ പോലെയുള്ള ധാരാളം ആളുകളുടെ ഉസ്താദന്മാരായിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ മഹത്തുക്കൾ ശിഷ്യന്മാരായിട്ടുമുള്ളവരാണ് മുഹമ്മദ് ബിൻ സലാം. അവരുടെ പേര് സലാം, വാപ്പാന്റെ പേര് സലാം എന്നാണ്. ചില ആളുകൾ സല്ലാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാവരും എതിർത്തിട്ടുണ്ട്. സലാമാണോ എന്നുള്ളതിൽ കിതാബ് വരെ എഴുതിയവരുണ്ട്. സലാമല്ല, സല്ലാമാണ് അവരുടെ വാപ്പാന്റെ പേര് എന്ന്. എന്നാൽ മഹാനായ മുഹമ്മദ് ബിൻ സലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഹമ്മദ് ബിൻ സലാമാണ് ബിത്തഖ്ഫീഫീൻ, ശ്രദ്ധയില്ലാത്ത ലാമോട് കൂടെയുള്ള സലാമാണ് ഞാനെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്.
ചില ആളുകൾ പറഞ്ഞിട്ട് മഷൂർ സല്ലാമ എന്ന് പറഞ്ഞവരുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അത് മഷൂർ എന്ന് പറയുന്ന ആ പറഞ്ഞ ആൾക്ക് മഷൂറാണ്. അയാളെ കുറച്ച് ആൾക്കാരും പറഞ്ഞു കേട്ടിട്ട് മഷൂർ എന്ന് പറയാണ്, അല്ലാതെ ലോകാടിസ്ഥാനത്തിൽ അത് മഷൂറല്ല. മഷൂറായത് സലാം എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സലാമുണ്ട്, അവരും അബ്ദുല്ലാഹി ഇബ്നു സലാം തന്നെയാണ്, സലാമാണ്. സലാം എന്ന പേരിൽ അറിയപ്പെടുന്ന വേറെ കുറേ ആളുകളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം സ്വഹാബി, അതുപോലെ ഇവർ ഇമാം ബുഖാരിയുടെ ഉസ്താദ് മുഹമ്മദ് ഇബ്നു സലാം, അവരെല്ലാം തഖ്ഫീഫ് കൊണ്ടാകുന്നു. ഈ മുഹമ്മദ് ഇബ്നു സലാം എന്ന് പറയുന്നവർ വലിയ പണക്കാരനായിരുന്നു, ധാരാളം പണമുള്ളവരാണ്. അവർ പറയുന്നുണ്ട് 40,000 ഞാൻ ഇൽമ് പഠിക്കാൻ വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അതുപോലെ 40,000 ഇൽമിനെ നഷ്ർ ചെയ്യാൻ, പരത്താൻ, പഠിപ്പിച്ചു കൊടുക്കാൻ, അത് ലോകത്ത് വ്യാപിപ്പിക്കാൻ വേണ്ടിയും ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം കിതാബുകളെല്ലാം എഴുതിയിട്ടുണ്ട്. അവിടെ സദസ്സിൽ സാധാരണഗതിയിൽ ജിന്നുകൾ വരൽ പതിവായിരുന്നു. ജിന്നുകൾ ധാരാളമായി വരലുണ്ട്. സിയറു അലാമിൻ നുബലാല് സംഭവം പറയുന്നുണ്ട്. ഒരു ദിവസം മുഹമ്മദ് ഇബ്നു സലാം എന്നവർ അവരുടെ വീട്ടിലിരിക്കുമ്പോൾ വാതിൽ വന്ന് ആരോ മുട്ടി. മുഹമ്മദ് ഇബ്നു സലാം എന്നവർ തിരിഞ്ഞു വാതിൽ വന്ന് തുറന്നു കൊടുത്തു. അപ്പം ആ വന്ന ഒരാളുണ്ട് പുറത്ത്. അയാൾ പറഞ്ഞു, യാ അബാ അബ്ദില്ലാഹ് അന ജിന്നിയുൻ റസൂലു മലിക്കിൽ ജിന്നി ഇലൈക്. ഞാനൊരു ജിന്നുകളുടെ രാജാവിൻ്റെ ഒരു സന്ദേശവുമായി വന്നവനാണ് ഞാൻ. റസൂലാണ് ഞാൻ, പ്രതിനിധിയാണ് ഞാൻ. ജിന്നുകളുടെ രാജാവിൻ്റെ പ്രതിനിധിയായി വന്ന ഒരു ജിന്നാണ് ഞാൻ. യുസല്ലിമു അലൈക്, മലിക്കുൽ ജിന്ന് നിങ്ങളെ മേൽ സലാം ചൊല്ലിയിട്ടുണ്ട്. വയഖൂലു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലാ യകൂനു ലക മജ്ലിസുൻ ഇല്ലാ അൻ യകൂന മിന്നാ ഫീ മജ്ലിസിക അക്സറു മിനൽ ഇൻസി. നിങ്ങൾ എവിടെ ഇൽമിൻ്റെ മജ്ലിസ് നടത്തുന്നോ ആ മജ്ലിസിലെല്ലാം മനുഷ്യരുള്ളതിനേക്കാളും കൂടുതൽ ഞങ്ങളുണ്ട്. സിയറു അലാമിൻ നുബലാല സംഭവമുണ്ട്. അതുപോലെ ഉംദത്തുൽ ഖാരി സംഭവം പറയുന്നുണ്ട്. മഹാനായ മുഹമ്മദ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഒരു മഹാനായ ശൈഖിൻ്റെ അടുത്ത് വെച്ച് ഹദീസ് പഠനം നടത്തുമ്പോൾ അവരുടെ കലമ് പൊട്ടിപ്പോയപ്പോൾ അവർ പറഞ്ഞു, സദസ്സിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ പറയുക കലമും ബിദീനാർ, ഒരു ദീനാറിന് പകരം ഒരു കലമ് ആരെങ്കിലും തരാനുണ്ടോ എന്ന് ചോദിച്ചു നോക്കി. ആ പറഞ്ഞതോട് കൂടെ അന്തരീക്ഷത്തിൽ നിന്ന് പേനകൾ പറന്നു വന്നു. ഉംദത്തുൽ ഖാരിയിലുണ്ട്. എല്ലാം ഈ വിഷയം മഷൂറാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. മഷൂറായ സംഭവങ്ങളാണ്. അങ്ങനെ ലോകത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പെട്ട ഒരു പ്രധാന വ്യക്തിയാണ് മുഹമ്മദ് ബിൻ സലാം എന്നവർ. അവർ റിവായത്ത് ചെയ്യുന്നത് അബ്ദത്ത് എന്ന് പറയുന്ന മഹാനെ തൊട്ട്. അബ്ദത്ത് അവരും കാര്യമായ മഹാനാണ്, ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരാണ്. അബ്ദത്ത് എന്നവർ വളരെ അധികം സാധുവായിരുന്നു, പണമില്ലാത്തവരായിരുന്നു, വളരെ എല്ലാവിധ ദാരിദ്ര്യമുള്ളവരായിരുന്നു എന്നാണ്. മുഹമ്മദ് ബിൻ സലാം എന്നവർ ധാരാളം പണമുള്ള, യഥേഷ്ടം പണമുള്ള ഒരു വലിയ കോടിപതിയായിരുന്നെങ്കിൽ അവരുടെ ഉസ്താദായ അബ്ദത്ത് എന്നവർ ദാരിദ്ര്യത്തിൻ്റെ എല്ലാവിധ കയ്പും കടിച്ചിറക്കുന്നവരായിരുന്നു. അബ്ദത്ത് ബിസുക്കൂനിൽ ബായ് വിളിക്കുന്ന പേര് അബൂ മുഹമ്മദ് എന്നാണ്. പിതാവിൻ്റെ പേര് സുലൈമാൻ ബിൻ ഹാജിബ് എന്നുള്ള പേരാണ് അവരുടെ പേര്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയാൽ അബ്ദത്തിൻ്റെ ഉസ്താദ് ഹിഷാം, അവിടെ ഉസ്താദ് ഹിഷാമിൻ്റെ പിതാവ് ഉർവത്ത്, അവരുടെ ഉസ്താദ് ഉർവത്തിൻ്റെ ഉസ്താദായിട്ട് വരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ. അവരെല്ലാം മശൂറായവരുമാണ്. അവരുടെ ചരിത്രങ്ങളെല്ലാം മുമ്പ് നാം വിശദീകരിച്ചതുമാണ്. പലപ്പോഴായിട്ട് വന്ന ചരിത്രങ്ങളുമാണ് അവരിതെല്ലാം. അവർ വിശദീകരിച്ച് പോയിട്ടുണ്ട്.
അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്നഹാ ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം